ഈ ദീപ ജോസഫ് ശരിക്കും പറഞ്ഞ ഒരു വണ്ടറാണ്. വീടുകളുടെ ജനാലയിൽ നിന്ന് ആൾക്കാർ അത്ഭുതത്തോടെ നോക്കി. ഡ്രൈവിംഗ് സീറ്റിൽ ഒരു വനിത. അതെ, ദീപ ജോസഫ്. കോവിഡിന്റെ മഹാഭീതിയിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ പെൺകരുത്തിന്റെ പ്രതീകമായി മാറുകയായിരുന്നു ദീപ ജോസഫ്. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അപൂർവം സ്ത്രീകളിൽ ഒരാൾ. കേരളത്തിലെ ആദ്യത്തെ ആംബുലൻസ് ഡ്രൈവറും ആദ്യ സ്വകാര്യ കോളേജ് ബസ് ഡ്രൈവറും മാത്രമല്ല, നവകേരളത്തിന്റെ തലകുനിക്കാത്ത സ്ത്രീത്വത്തിന്റെ പ്രതീകമാണ് കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായ ദീപ ജോസഫ്. ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും, ഒരു പണിക്ക് പോകുന്നത്. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് താ, ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്കും കെട്ടിയോനില്ലല്ലോ, മരിച്ചു പോകും. നീ കൊണ്ട് ചെലവിന് താ, ഞാൻ വീട്ടിൽ. പിന്നെ എന്നെ അനുകൂലിച്ച് പറയുന്നതുകൊണ്ടാണല്ലോ നീ ഈ സജിന ചേച്ചിനെ ഇതിനൊക്കെ എടുത്തിട്ട് ഇറക്കി കയറ്റുന്നത്. അവരെങ്കിലും വേണ്ടടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. എന്തുവാടെ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച പോട്ടട എങ്ങനെയും. രണ്ട് സ്ത്രീകൾ, രണ്ട് വഴികൾ. ഒരാൾ തന്റെ കുടുംബം പൂജൻ പാതിരാത്രിയിൽ മരണത്തോട് മല്ലിട്ട് ആംബുലൻസ് ഓടിക്കുന്നു. മറ്റൊരാളാണെങ്കിൽ മക്കളെ വളർത്താൻ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തുണിയൊരിയുന്നു. അതേ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ദീപ ജോസഫിനെ കുറിച്ചും അടുത്തിടെ വിവാദങ്ങളിൽ നിറഞ്ഞ രേണു സുധിയെ പോലെയുള്ളവരെ കുറിച്ചും കൂടിയാണ്. ദീപ ജോസഫിന്റെ വീഡിയോ ഞാൻ അടുത്തിടെ ഒരു ചാനലിൽ കണ്ടതാണ്. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എന്തുകൊണ്ടും നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിലും ഇങ്ങനെയും അല്ലെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് പോരാടിയ ഒരു ധീര വനിത. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഇവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നും അറിയില്ല. കാരണം ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു യൂട്യൂബോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നാൽ വരുന്നത് രേണു സുധിയെ പോലെയുള്ള കുറെ ക്യാരക്ടറാണത്. ശരിക്കും പറഞ്ഞാൽ തുണി ഉരിഞ്ഞ് കാണിക്കുന്നവർക്കാണ് ഇപ്പൊ ഡിമാൻഡ് എന്നുള്ള പോലെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ജീവിത സാഹചര്യങ്ങൾ ആരെയും കഷ്ടപ്പാടിലാക്കാം എന്നുള്ള കാര്യം നമുക്കറിയാലോ. പക്ഷെ ആ കഷ്ടപ്പാടിനെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് ഒരാളുടെ വ്യക്തിത്വം ഇരിക്കുന്നത്. ഇവിടെ ദീപ ജോസഫിന്റെ ജീവിതം കാണുമ്പോൾ രേണു സുധിയെ പോലെയുള്ളവർക്ക് അത് നാണക്കേട് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. എന്തായാലും നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ മുഴുവനും കാണണം. കാരണം അത് അത്രയും നമുക്ക് എന്താ പറയുക, നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഒരു വീഡിയോ തന്നെയാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. കൊറോണ വൈറസ് ലോകമെമ്പാടും മരണത്തിന്റെ പരവതാനി വിരിച്ചു. ഈ ഇരുട്ടിലും അതിജീവനത്തിന്റെ പ്രകാശകിരണങ്ങളുമായി പറന്നെത്തിയ ധീരവനിത ദീപ ജോസഫ്. 2022 കൈരളി പുരസ്കാര സമർപ്പണ വേളയിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ. ഈ ദീപ ജോസഫ് ശരിക്കും പറഞ്ഞ ഒരു വണ്ടറാണ്. കോവിഡ് എന്ന മഹാമാരി ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കാലം നാം ഭയത്തിന്റെയും മരണത്തിന്റെയും വേട്ടമൃഗമായി. ഒരിടിമിന്നലിന്റെ ആവേശത്തോടെ അത് ലോകത്തിന്റെ നെറുകയിൽ ശ്വസിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലും ആ വിഷത്തിന്റെ മുളകൾ വീണുമുളച്ചു. തിരക്ക് പിടിച്ച നിരത്തുകൾ വിജനമായി. ഭൂമിയാകെ ലോക്ക്. എല്ലാത്തിലും വലുത് കുടുംബമാണെന്ന് തിരിച്ചറിഞ്ഞ് ജനം പനിച്ച് പേടിച്ച് വിറച്ച് വീട്ടിന് പുറത്തിറങ്ങാതെയായി. ഈ സമയത്താണ് കോഴിക്കോടിന്റെ നിരത്തിലൂടെ സൈറൻ മുഴക്കി പാഞ്ഞു പോകുന്ന ഒരു ആംബുലൻസ് ശ്രദ്ധയിൽപ്പെട്ടത്. വീടുകളുടെ ജനാലയിൽ നിന്ന് ആൾക്കാർ അത്ഭുതത്തോടെ നോക്കി. ഡ്രൈവിംഗ് സീറ്റിൽ ഒരു വനിത. അതെ, ദീപ ജോസഫ്. കോവിഡിന്റെ മഹാഭീതിയിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ പെൺകരുത്തിന്റെ പ്രതീകമായി മാറുകയായിരുന്നു ദീപ ജോസഫ്. കോവിഡ് വന്ന് ജീവിതം വഴിമുട്ടിയപ്പോൾ PPE കിറ്റ് ധരിച്ച് ആംബുലൻസിന്റെ വലയം പിടിച്ച് സ്വന്തം കുട്ടികളെ പട്ടിണിക്കിടാതെ രക്ഷിച്ച മാതാവ്. കേരള സർക്കാർ സ്ത്രീശക്തി പുരസ്കാരമായ സമം അവാർഡ് നൽകി ദീപയെ ആദരിച്ചു. 100ഓളം പുരസ്കാരങ്ങൾ ഇതിനോടകം ദീപയെ തേടിയെത്തി. കുട്ടിക്കാലം മുതൽ ഡ്രൈവിംഗിനെയും സിനിമയെയും പ്രണയിച്ചിരുന്ന ദീപ 20ഓളം ഹ്രസ്വചിത്രങ്ങളിലും അഭിനയിച്ചു. പാൽനിലാമഴയത്ത് എന്ന മ്യൂസിക്കൽ വീഡിയോയിലൂടെ സംവിധായികയുമായി മാറി. ദീപ ജോസഫ് ബസ് ഡ്രൈവറുടെ വേഷത്തിലെത്തുന്ന ജേണി എന്ന ഷോർട്ട് മൂവി യൂട്യൂബിൽ 4 മില്യൺ കാഴ്ചക്കാർ പിന്നിട്ട് മുന്നേറുകയാണ്. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അപൂർവം സ്ത്രീകളിൽ ഒരാൾ. കേരളത്തിലെ ആദ്യത്തെ ആംബുലൻസ് ഡ്രൈവറും ആദ്യ സ്വകാര്യ കോളേജ് ബസ് ഡ്രൈവറും മാത്രമല്ല, നവകേരളത്തിന്റെ തലകുനിക്കാത്ത സ്ത്രീത്വത്തിന്റെ പ്രതീകമാണ് കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായ ദീപ ജോസഫ്. പരിക്കേറ്റവർ, ശ്വാസത്തിനായി പിടയുന്നവർ, അവർക്കിടയിൽ സേവന സന്നദ്ധയായി 24 മണിക്കൂറും ദീപ ജോസഫ് ഉണ്ട്. ലോകത്തെ വിറപ്പിച്ച കോവിഡ് വൈറസ് കേരളത്തിലെത്തിയിട്ട് 3 വർഷം. ഒരിക്കൽ ഒരു കോവിഡ് കാലത്ത് ഒരു വീട്ടിൽ നിർത്തി കുടിവെള്ളം ചോദിച്ചപ്പോ പുറത്തെ പൈപ്പിൽ നിന്ന് കുടിച്ചോളാനായിരുന്നു പേടിയോടെയുള്ള ഉത്തരവ്. 4 പ്രാവശ്യം കോവിഡ് വന്ന് ഐസിയുവിലായി. ആശുപത്രി കിടക്കയിൽ നിന്ന് ജീവൻ തിരിച്ചുപിടിച്ച് വീണ്ടും PPE കിറ്റ് ധരിച്ച് കാട്ടുതീ പോലെ പടർന്ന ഈ രോഗത്തെ പ്രതിരോധത്തിന്റെ ജലത്തുള്ളികൾ ഉപയോഗിച്ച് കെടുത്താനിറങ്ങി തിരിച്ച ധീരവനിത 15ാമത് ടെക്സാസ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പനോരമ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ യൂത്ത് ഐക്കോൺ അവാർഡ് നൽകി ആദരിക്കുന്നു ദീപ ജോസഫ്. ഇവിടെ 4 തവണ കോവിഡ് ബാധിച്ച് മരണത്തെ തൊട്ടുമുന്നിൽ കണ്ടപ്പോഴും ദീപ പിന്മാറിയില്ല. 24 മണിക്കൂർ ആംബുലൻസിന്റെ സ്റ്റിയറിംഗ് പിടിച്ച് അവർ ഓടിയത് മക്കൾക്ക് അന്തസ്സുള്ള ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വശത്ത് മമ്മൂട്ടി പോലെയുള്ള മഹാനടന്മാർ പോലും ദീപയെ വണ്ടർ എന്ന് വിളിച്ച് ആദരിക്കുമ്പോൾ മറുവശത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് തുണിയുരിയുന്നവർ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇവിടെ രേണു സുധി പലപ്പോഴും പറയാറുള്ളത് എന്താണ്, എന്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോകളൊക്കെ ചെയ്യുന്നത് എന്നാണ്. രേണു സുധിയോട് ചോദിക്കാനുള്ളത് എനിക്ക് ഇതാണ് കേട്ടോ. മക്കളെ വളർത്താൻ ആംബുലൻസ് ഓടിക്കുന്ന ദീപയുടെ മുന്നിൽ നിങ്ങൾ ഈ പറയുന്ന ന്യായം എത്രത്തോളം നിലനിൽക്കും?
ശരീര പ്രദർശനം നടത്തി പണമുണ്ടാക്കുന്നതിനെ ജോലി എന്ന് വിശേഷിപ്പിക്കുകയും അതിനെ ചോദ്യം ചെയ്യുന്നവരെ പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഇന്ന് നിലവിലുണ്ട്. ഏതായാലും മക്കളുടെ തല കുനിപ്പിക്കുന്ന ഈ രീതിയിലുള്ള പണസമ്പാദ്യമാണോ നിങ്ങൾക്ക് അത് വലുതായിട്ട് തോന്നുന്നത്? അത് ദീപയെ പോലെയുള്ള സമൂഹത്തിന്റെ ആദരവ് നേടി അന്തസ്സായിട്ട് ജീവിക്കുന്നതാണോ? രേണു സുധിയെ പോലെയുള്ളവർക്ക് ദീപ ജോസഫ് ഒരു കണ്ണ് തുറപ്പിക്കൽ തന്നെയാണ് അല്ലെ? അത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് ആംബുലൻസ് ഡ്രൈവറായും ബസ് ഡ്രൈവറായൊക്കെ ജീവിക്കാം എന്ന് ദീപ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. പണമുണ്ടാക്കാൻ കുറുക്കു വഴികൾ തേടുമ്പോൾ ദീപയുടെ ഈ കൈകൾ ഒന്ന് കാണണം. സ്റ്റിയറിംഗ് പിടിച്ച് തഴമ്പിച്ച ആ കൈകളിലാണ് യഥാർത്ഥ സ്ത്രീ ശക്തി എന്ന് പറയുന്നത്. കൊല്ലം സുധിയുടെ മരണശേഷം സോഷ്യൽ മീഡിയയിലെ സജീവമായിട്ടുള്ള രേണു സുധി അടുത്തിടെയാണ് ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ പെയ്ഡ് പ്രൈവറ്റ് കണ്ടന്റുകൾ നൽകുന്നു എന്നുള്ള വാർത്ത വലിയ വിവാദമായിരുന്നു. എനിക്ക് ജീവിക്കണം, എന്റെ മക്കളെ വളർത്തണം, അതിന് എനിക്കറിയാവുന്ന പണി ഞാൻ ചെയ്യുന്നു എന്നാണ് ഇവരുടെ പ്രധാന വാദം എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരം പ്രവണതകൾ വരും തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. അധ്വാനിക്കാതെ തന്നെ ശരീരം പ്രദർശിപ്പിച്ച് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം എന്നുള്ള ചിന്താഗതി ഇത് വളർത്തുന്നു. ഇത് പലപ്പോഴും സൈബർ ആക്രമണങ്ങൾക്കും അതുപോലെ കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയ്ക്കൊക്കെ കാരണമാകുന്നുണ്ട്. ഉദാഹരണം എടുത്ത് നോക്കുവാണെങ്കിൽ രേണുവും കിച്ചുവും തമ്മിലുള്ള തർക്കം തന്നെ ഒരു ബെസ്റ്റ് ഉദാഹരണം തന്നെയാണ്. ഇവിടെ ഇപ്പം രേണുവിന്റെ ഫാൻസുകാർ ചോദിക്കും എന്തുകൊണ്ടാണ് നമ്മൾ രേണുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നാൽ ഏറ്റവും കൂടുതൽ വീഡിയോസുകൾ വരുന്നത് ഇപ്പോൾ രേണു സുധീന്റെ മാത്രമാണ്. ഇതിനു മുൻപ് പലരും സബ്സ്ക്രിപ്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരാരും ഇത്തരത്തില് നിറഞ്ഞു നിന്നിട്ടില്ല. എന്തുകൊണ്ടാണ് രേണു മാത്രമാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുണ്ടാക്കുന്ന ഇമ്പാക്ട് എത്രത്തോളം ആൽബം ഷൂട്ടിന് പോയാലോ അല്ലെങ്കിൽ എന്തിന് പോയാലോ ഒരു 10-15 മീഡിയക്കാരെ കൊണ്ടുപോയിട്ട് ഉള്ള റീൽസും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് ഈ ഒരു യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും വീഡിയോസുകൾ ഇട്ട് വെറുപ്പിച്ച് അങ്ങ് നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഈ വീഡിയോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു മക്കളുടെ കൈകളിൽ ഫോണുള്ള സമയമാണ് അല്ലെ. പണ്ടാണ് വളരെ വിരളമായിട്ട് മാത്രമായിരുന്നു കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാ കുഞ്ഞു മക്കളുടെ കയ്യിലും ഫോണുണ്ട്. അവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ആരെ? രേണു സുധിയെ പോലെയുള്ള. പ്രത്യേകിച്ച് ഇപ്പൊ രേണു സുധി വീഡിയോ കൂടി വന്നതോടുകൂടി അതിപ്പോ പുറത്തു വന്നിട്ടുണ്ട് ഏത് തരം ഇടുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് കാണുന്ന വരുന്ന തലമുറയ്ക്ക് എന്താണ് തോന്നുന്നത്? അധ്വാനിക്കാതെ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് തന്നെയല്ലേ അവരും ചിന്തിക്കാറുള്ളൂ. ഇത് കാരണം ഒരുപാട് അമ്മമാര് ശരിക്കും പറഞ്ഞാൽ കരയുന്നുണ്ടാകും ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ട്. ഇവിടെ നമ്മൾ ദീപ ജോസഫിന്റെ ഒരു യഥാർത്ഥ പോരാട്ടത്തിന്റെ വില എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അതിജീവനം എന്ന് പറയുന്നത് രേണു സുധി പറയുന്ന മക്കളെ വളർത്തണം എന്നുള്ള ന്യായം തന്നെയാണ് ഇവിടെ ദീപ ജോസഫിനും ഉള്ളത്. പക്ഷെ ദീപ തെരഞ്ഞെടുത്തത് അന്തസ്സുള്ള വഴിയായിരുന്നു. സാമൂഹിക ആദരവ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കിട്ടിയത്. ആംബുലൻസ് ഓടിച്ചും അഭിനയിച്ചും അധ്വാനിക്കുന്ന ദീപയെ ലോകം മുഴുവനും ആദരിക്കുന്നു. മമ്മൂട്ടിയെ പോലെയുള്ളവർ പോലും അവരെ വണ്ടർ വുമൺ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ അതില് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പണം മാത്രമല്ല, മക്കൾക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒരു വിലാസം കൂടി ഇവരുണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. ഇവിടെ ദീപ എന്താണ് പറയുന്നത്? കഷ്ടപ്പാടുകൾ വരുമ്പോൾ അന്തസ്സ് പണയപ്പെടുത്താതെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഇവിടെ ദീപ തെളിയിച്ചു കഴിഞ്ഞു. ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വ്യൂസും ലൈക്കും നോക്കി ആരെയും നമ്മൾ അളക്കരുതല്ലേ. രേണു സുധിയെ പോലെയുള്ളവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ കിട്ടുന്ന ആ പണത്തെക്കാളും എത്രയോ മുകളിലാണ് ദീപ ജോസഫിന്റെ വിയർപ്പിന്റെ വില എന്ന് പറയുന്നത്. അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരു സ്ത്രീക്കും കേരളത്തിൽ ശരീരം വിൽക്കേണ്ടി വരില്ല എന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് ദീപ ജോസഫ്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 2 ജീവിതങ്ങളും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഒരാള് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ പരിമിതികളെയും കഷ്ടപ്പാടുകളും ഒക്കെ തന്റെ കഠിനാധ്വാനം കൊണ്ട് തോൽപ്പിച്ച ദീപ ജോസഫ്. മറ്റൊരാളാണെങ്കിൽ മക്കളെ വളർത്താൻ വേറെ വഴിയില്ല എന്ന് ന്യായീകരണവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന രേണു സുധി. ഇവിടെ വിജയിക്കുന്നത് ആരാണ്? പണമല്ല മാനദണ്ഡമെങ്കിൽ തീർച്ചയായിട്ടും അത് ദീപ ജോസഫ് തന്നെയാണ്. കാരണം ദീപ ഉണ്ടാക്കിയെടുത്തത് മക്കൾക്ക് തലയുയർത്തി പിടിച്ച് സമൂഹത്തിൽ നടക്കാനുള്ള ഒരു അവകാശമാണ്. മമ്മൂട്ടിയെ പോലെയുള്ളവർ വലിയ മനുഷ്യർ അവരെ ആദരിക്കുമ്പോൾ ആദരിക്കപ്പെടുന്നത് അധ്വാനിക്കാനുള്ള ഒരു സ്ത്രീയുടെ മനസ്സാണ്. ഇവിടെ രേണു സുധിയെ പോലെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരു സ്ത്രീക്കും ഈ കേരളത്തിൽ തന്റെ അന്തസ്സ് പണയപ്പെടുത്തേണ്ടി വരില്ല എന്നുള്ളത്. അതിന് ദീപ ജോസഫ് എന്ന ഈ ഒരു ആംബുലൻസ് ഡ്രൈവർ നമുക്ക് മുന്നിൽ ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ്. സോഷ്യൽ മീഡിയയിൽ താൽക്കാലിക ലൈക്കുകൾക്കും അതുപോലെ പണത്തിനും വേണ്ടിയിട്ട് സ്വന്തം വ്യക്തിത്വം വിൽക്കുന്നതിനിടയിൽ
വിയർപ്പൊഴുകി പണം സമ്പാദിക്കുന്ന ദീപമാരാണ് നമ്മുടെ യഥാർത്ഥ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ അവരെയാണ് പിന്തുണയ്ക്കേണ്ടത്, അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഇനി മക്കളെ വളർത്താൻ കുറുക്കു വഴികൾ തേടുന്നവരല്ല, മക്കൾക്ക് വേണ്ടി ജീവിതം ഒരു പോരാട്ടമാക്കിയ ദീപ ജോസഫുമാരാണ് കേരളത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ദീപയുടെ ഈ ജീവിതം നിങ്ങൾക്കും ഒരു പ്രചോദനമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.